ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് കേരള നവോത്ഥാനത്തിൻ്റെ കുറച്ച് ആനുകാലിക ചോദ്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം. കുമാരനാശാൻ ദേശീയ സാംസ്കാരിക ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വീണപൂവ് ശതാബ്ദി പുരസ്കാരം ജേതാവ് അത് ജി പ്രിയദർശനനാണ്. അപ്പോൾ കുമാരനാശാൻ ദേശീയ സാംസ്കാരിക ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വീണപൂവ് ശതാബ്ദി പുരസ്കാര ജേതാവ് ജി പ്രിയദർശനനാണ്. അപ്പോൾ അദ്ദേഹത്തിന് മറ്റൊരു പുരസ്കാരം കൂടി കിട്ടിയിട്ടുണ്ട്, അതും കൂടെ നമുക്ക് ചേർത്ത് പഠിക്കാം. ശിവഗിരി മഠത്തിൻ്റെ പ്രഥമ ശ്രീനാരായണ സമഗ്ര സംഭാവന പുരസ്കാരം നേടിയത് ജി പ്രിയദർശനനാണ്. ഇത് 2023 ഒരു അവാർഡാണ്. അപ്പോൾ കുമാരനാശാൻ ദേശീയ സാംസ്കാരിക ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വീണപൂവ് ശതാബ്ദി പുരസ്കാരത്തിൻ്റെ ജേതാവ് ജി പ്രിയദർശനനായിരുന്നു. അദ്ദേഹത്തിന് തന്നെയാണ് ശിവഗിരി മഠത്തിൻ്റെ പ്രഥമ ശ്രീനാരായണ സമഗ്ര സംഭാവന പുരസ്കാരം 2023 ലഭിച്ചത്. ഇത് ജി പ്രിയദർശനനാണ്. ഈ 2 അവാർഡുകൾ ഓർത്തിരിക്കുക. അടുത്തത് വളരെ പ്രധാനപ്പെട്ടതാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തിരുവനന്തപുരം ഗവൺമെൻറ് സംസ്കൃത കോളേജിൽ വരച്ച് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഏറ്റവും വലിയ ചുമർ ചിത്രമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് ഫ്രീഡം വാൾ ഓഫ് മ്യൂറൽ ആർട്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് അയ്യങ്കാളിയും പഞ്ചമിയാണ്. അവരുടെ സ്കൂൾ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ചിത്രമായിരുന്നു ഇവിടെ മ്യൂറൽ ആർട്സായിട്ട് ചെയ്തിരുന്നത്. അപ്പോൾ സ്വാതന്ത്ര്യത്തിൻ്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പാണ് ഇത് നടപ്പിലാക്കിയത്. ഇതിൻ്റെ സ്ഥലം എന്ന് പറയുന്നത് തിരുവനന്തപുരം ഗവൺമെൻറ് സംസ്കൃത കോളേജിൻ്റെ ചുമരിലാണ് ഈ ഒരു ചിത്രം വരയ്ക്കപ്പെട്ടത്. അപ്പോൾ ഈ ഒരു ചിത്രത്തിന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൻ്റെ ഏറ്റവും വലിയ ചുമർ ചിത്രമായിട്ടുള്ള ഒരു അവാർഡും ലഭിക്കുകയുണ്ടായി. അപ്പോൾ ഫ്രീഡം വാൾ ഓഫ് മ്യൂറൽ ആർട്സ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതിലെ പ്രമേയം അയ്യങ്കാളിയും പഞ്ചമിയുമായിരുന്നു. ഓക്കെ, അപ്പോൾ സ്വാതന്ത്ര്യത്തിൻ്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തിരുവനന്തപുരം ഗവൺമെൻറ് സംസ്കൃത കോളേജിൻ്റെ ചുമരിൽ വരച്ച് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഏറ്റവും വലിയ ചുമർ ചിത്രമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് ഫ്രീഡം വാൾ ഓഫ് മ്യൂറൽ ആർട്സ് ആണ്. അതിൻ്റെ പേര് ഓർത്തിരിക്കുക, ഫ്രീഡം വാൾ ഓഫ് മ്യൂറൽ ആർട്സ്. അതിലെ പ്രമേയം അയ്യങ്കാളിയും പഞ്ചമിയുമായിരുന്നു. ഇനി വാഗ്ഭടാനന്ദൻ്റെ സ്മരണാർത്ഥം സംസ്ഥാന ടൂറിസം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച വാഗ്ഭടാനന്ദ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കാരക്കാടാണ്. കോഴിക്കോട് ജില്ലയിലെ കാരക്കാട് എന്ന സ്ഥലത്താണ് ഈ ഒരു വാഗ്ഭടാനന്ദ സ്മാരക പാർക്ക് സ്ഥാപിതമായത്. വാഗ്ഭടാനന്ദൻ്റെ സ്മരണാർത്ഥം സംസ്ഥാന ടൂറിസം വകുപ്പിൻ്റെ നേതൃത്വത്തിലാണ് വാഗ്ഭടാനന്ദ പാർക്ക് നിർമ്മിച്ചത്. അത് സ്ഥിതി ചെയ്യുന്നത് കാരക്കാടാണ്, കോഴിക്കോട് ജില്ലയിലെ കാരക്കാടാണ്. ഇനി ശ്രീനാരായണ ഗുരുകുലം കൺവെൻഷൻ സെൻറ്റർ നിലവിൽ വന്നത് ചെമ്പഴന്തിയിലാണ്. തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലാണ് ശ്രീനാരായണ ഗുരുകുലം കൺവെൻഷൻ സെൻറ്റർ നിലവിൽ വന്നത്. ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ സാംസ്കാരിക സമുച്ചയം നിലവിൽ വന്നത് ആശ്രാമമാണ്, കൊല്ലം ജില്ലയിലെ ആശ്രാമമാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങളും നമുക്ക് ഒരുമിച്ച് ഓർത്ത് വയ്ക്കാം. ശ്രീനാരായണ ഗുരുകുലം കൺവെൻഷൻ സെൻറ്റർ നിലവിൽ വന്നത് ചെമ്പഴന്തിയിലാണ്. തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലാണ് ശ്രീനാരായണ ഗുരുകുലം കൺവെൻഷൻ സെൻറ്റർ നിലവിൽ വന്നത്. എന്നാൽ ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ ആരംഭിച്ച സാംസ്കാരിക സമുച്ചയമാണെങ്കിൽ അത് ആശ്രാമമാണ്. കൊല്ലം ജില്ലയിലെ ആശ്രാമത്താണ് ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ ആരംഭിച്ച സാംസ്കാരിക സമുച്ചയം നിലവിൽ വന്നത് ആശ്രാമമാണ്, കൊല്ലം ജില്ലയിലെ ആശ്രാമം. ഇനി ആലുവ സർവമത സമ്മേളനത്തിൻ്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് കേരള സാഹിത്യ അക്കാദമി പുറത്തിറക്കിയ സ്മാരക ഗ്രന്ഥമാണ് പലമത സാരവുമേകം. അപ്പോൾ ആ ഗ്രന്ഥത്തിൻ്റെ പേരാണ് പലമത സാരവുമേകം. ആലുവ സർവമത സമ്മേളനത്തിൻ്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് കേരള സാഹിത്യ അക്കാദമി പുറത്തിറക്കിയ സ്മാരക ഗ്രന്ഥമാണ് പലമത സാരവുമേകം. ആലുവ സർവമത സമ്മേളനം നടന്നറിയാമല്ലോ, 1924 വാദിക്കാനും ജയിക്കാനുമല്ല എന്ന ഒരു ആപ്തവാക്യത്തോടു കൂടിയാണ് ശ്രീനാരായണ ഗുരു ആലുവ സർവമത സമ്മേളനം സംഘടിപ്പിച്ചത്. അതൊക്കെ PSC ഓൾറെഡി ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആലുവ സർവമത സമ്മേളനത്തിന് 100ാം വാർഷികത്തോടനുബന്ധിച്ച് കേരള സാഹിത്യ അക്കാദമി പുറത്തിറക്കിയ സ്മാരക ഗ്രന്ഥം, അതിൻ്റെ പേര് ഓർത്തിരിക്കുക, പലമത സാരവുമേകം. അടുത്തത് ശ്രീനാരായണ ഗുരുവിൻ്റെ നമുക്ക് ജാതിയില്ല വിളംബരത്തിന് 100ാം വാർഷികത്തോടനുബന്ധിച്ച് ശ്രീനാരായണ ഗുരു പ്രതിമ സ്ഥാപിച്ചത് 2020. അപ്പോൾ 2017 100ാം വാർഷികം. അപ്പോൾ 2020 കേരള ഗവൺമെൻറ് ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമ സ്ഥാപിച്ചു. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ നമുക്ക് ജാതിയില്ല വിളംബരത്തിന് 100ാം വാർഷികത്തോടനുബന്ധിച്ച് ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമ സ്ഥാപിച്ചത് 2020. ഈ നമുക്ക് ജാതിയില്ല വിളംബരം നടത്തിയത് ആലുവ ആശ്രമത്തിൽ വെച്ചിട്ടാണ്. അപ്പോൾ 2020 ഇതിനോടനുബന്ധിച്ച് പ്രതിമ സ്ഥാപിച്ചത്. ഈ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് ഒബ്സർവേറ്ററി ഹിൽസ് ആണ്. തിരുവനന്തപുരം ജില്ലയിലെ ഒബ്സർവേറ്ററി ഹിൽസിലാണ് ഈ പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ നമുക്ക് ജാതിയില്ല വിളംബരത്തിൻ്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമ സ്ഥാപിച്ചത് 2020. ഈ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് ഒബ്സർവേറ്ററി ഹിൽസ്, തിരുവനന്തപുരം.
ഇനി 2019 കേരള ബജറ്റിൻ്റെ കവർ ചിത്രം അയ്യങ്കാളിയും പഞ്ചമിയുമായിരുന്നു. അതൊന്ന് ഓർത്തിരിക്കുക. 2019 കേരള ബജറ്റിൻ്റെ കവർ ചിത്രം അയ്യങ്കാളിയും പഞ്ചമിയുമായിരുന്നു. അതുപോലെ തന്നെ ഈ ഊരൂട്ടമ്പലം സ്കൂളിന് പേരും മാറ്റി നൽകിയിരുന്നു. അത് 2017 പേര് മാറ്റിയത്. അയ്യൻകാളി പഞ്ചമി സ്മാരക സ്കൂൾ എന്നാണ് ഇപ്പോൾ അത് അറിയപ്പെടുന്നത്. അപ്പോൾ 2019 കേരള ബഡ്ജറ്റിൻ്റെ കവർ ചിത്രം അയ്യങ്കാളിയും പഞ്ചമിയുമായിരുന്നു. അതുപോലെ ഊരൂട്ടമ്പലം സ്കൂളിന് നൽകിയ പുതിയ പേര് അയ്യൻകാളി പഞ്ചമി സ്മാരക സ്കൂൾ എന്നാണ്. ഇപ്പോൾ ആ പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി ചട്ടമ്പിസ്വാമി മഹാസമാധി സ്മാരക ശതാബ്ദി ആചരണം നടക്കുന്നത് 2024 ചട്ടമ്പിസ്വാമി മഹാസമാധി ശതാബ്ദി ആചരണം നടക്കുന്നത് 2024. ഈ ഒരു ശതാബ്ദി ആചരണം അറിയപ്പെടുന്നത് മഹാഗുരുവർഷം എന്ന പേരിലാണ്. അപ്പോൾ ചട്ടമ്പിസ്വാമി മഹാസമാധി ശതാബ്ദി ആചരണം നടക്കുന്നത് 2024. ഈ ഒരു ശതാബ്ദി ആചരണത്തിന് നൽകിയിരിക്കുന്ന പേര് മഹാഗുരുവർഷം എന്നാണ്. ഇനി ചട്ടമ്പിസ്വാമികളുടെ പേരിൽ 2022 ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത് കണ്ണൻമൂല എന്ന സ്ഥലത്താണ്. തിരുവനന്തപുരം ജില്ലയിലെ കണ്ണൻമൂലയിലാണ് ചട്ടമ്പിസ്വാമികളുടെ പേരിൽ 2022 ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത് കണ്ണൻമൂലയിലാണ്. അപ്പോൾ ചട്ടമ്പിസ്വാമി മഹാസമാധി ശതാബ്ദി ആചരണം നടന്നത് 2024. ഇതറിയപ്പെടുന്നത് മഹാഗുരുവർഷം എന്ന പേരിലാണ്. അതുപോലെ ചട്ടമ്പിസ്വാമികളുടെ പേരിൽ 2022 ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത് കണ്ണൻമൂലയാണ്, തിരുവനന്തപുരം ജില്ലയിലെ കണ്ണൻമൂല. ഇനി 2024 ശതാബ്ദി ആഘോഷിച്ച പത്രമാണ് അൽ അമീൻ. ഓർത്തിരിക്കുക, 2024 ശതാബ്ദി ആഘോഷിച്ച പത്രമാണ് അൽ അമീൻ. അൽ അമീൻ്റെ സ്ഥാപകനാണ് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്. മുഹമ്മദ് അബ്ദുറഹിമാനാണ് അൽ അമീൻ പത്രത്തിൻ്റെ സ്ഥാപകൻ. ഇനി സാമൂഹിക പരിഷ്കർത്താവായ ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ പേരിൽ ചരിത്ര സാംസ്കാരിക കേന്ദ്രം നിലവിൽ വരുന്നത് ആറാട്ടുപുഴയിലാണ്. ആലപ്പുഴ ജില്ലയിലെ ആറാട്ടുപുഴയിലാണ്. അപ്പോൾ 2024 ശതാബ്ദി ആഘോഷിച്ച പത്രം എന്ന് പറയുന്നത് അൽ അമീനാണ്. സ്ഥാപകൻ മുഹമ്മദ് അബ്ദുറഹിമാനാണ്. അതുപോലെ സാമൂഹിക പരിഷ്കർത്താവായ ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ പേരിൽ ചരിത്ര സാംസ്കാരിക കേന്ദ്രം നിലവിൽ വരുന്നത് ആറാട്ടുപുഴയിലാണ്. ആലപ്പുഴ ജില്ലയിലെ ആറാട്ടുപുഴയിലാണ്. ഇനി ചാന്നാർ ലഹളയുടെ 200-ാം വാർഷികം ആഘോഷിച്ചത് 2023 1859 ചാന്നാർ ലഹളയുടെ 200-ാം വാർഷികം ആഘോഷിച്ചത് 2023 ഇതിൻ്റെ ആഘോഷങ്ങൾ നടന്നത് തമിഴ്നാട്ടിലെ നാഗർകോവിലായിരുന്നു. ചാന്നാർ ലഹളയുടെ 200-ാം വാർഷികം ആഘോഷിച്ചത് 2023 തമിഴ്നാട്ടിലെ നാഗർകോവിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതിൻ്റെ വാർഷിക ചടങ്ങുകൾ ആഘോഷിച്ചത്. അപ്പോൾ നമ്മുടെ കേരള നവോത്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട ആനുകാലികമായിട്ട് ബന്ധമുള്ള കുറച്ച് ഫാക്റ്റുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക്